إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിപ്പിൽ അവന്റെ ഹിക്മത്തിന്റെ ഭാഗമായി ഈ പ്രപഞ്ചത്തിൽ വ്യത്യസ്തമായ കാലാവസ്ഥകളും വ്യത്യസ്തമായ സാഹചര്യങ്ങളും അവസ്ഥകളും നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ പിന്നിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ചില ഹിക്മത്തുകൾ ഉണ്ടാവും, നമുക്ക് മനസ്സിലാകുന്നവയും മനസ്സിലാകാത്തവയും. അതിൽപ്പെട്ട ഒന്നാണ് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ചൂടുകാലം, തണുപ്പുകാലം, മഴക്കാലം, ഇങ്ങനെ പല രീതിയിൽ ഒരു വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന കാലാവസ്ഥയെ 3ഉം 4ഉം ഒക്കെയായി നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചതുമാണ്. ഈ വ്യത്യാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് മനുഷ്യന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന് പ്രത്യേകിച്ച് ജീവജാലങ്ങൾ നിലകൊള്ളുന്ന ഭൂമിയിലെ സാഹചര്യങ്ങളും അനുകൂല സ്ഥിതിവിശേഷങ്ങളും നിലനിൽക്കുവാൻ വേണ്ടിയാണ്. അതേപോലെ ഭക്ഷ്യ സുരക്ഷ, ആരോഗ്യപരമായ സംരക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ജലം, ശുദ്ധവായു, ഇങ്ങനെ തുടങ്ങി എല്ലാറ്റിലും അള്ളാഹുവിന്റെ ഈ നിശ്ചയത്തിന്റെ പിന്നിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നവയുണ്ട്, അതല്ലാത്തവയുമുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ചൂട് കഴിഞ്ഞ് തണുപ്പുകാലമല്ല, മഴക്കാലത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മറ്റു സന്ദർഭങ്ങളിൽ ഇല്ലാത്ത പലതരത്തിലുള്ള രോഗങ്ങളും നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ് മഴക്കാലം. പ്രത്യേകിച്ച് മഴ തുടങ്ങുന്ന 1-2 മാസങ്ങൾ പലതരത്തിലുള്ള പനികൾ, അത് ഏത് ജീവിയിൽ നിന്ന് ഉണ്ടാകുന്നു അല്ലെങ്കിൽ എന്താണ് അതിന് കാരണമായി മാറുന്നത് എന്നതിനനുസരിച്ച് കുരങ്ങ് പനിയെന്നോ എലിപ്പനിയെന്നോ ഡെങ്കിപ്പനിയെന്നോ കൊതുകുപനിയെന്നോ എന്ത് പേരിട്ടാലും ശരി, വ്യത്യസ്ത രീതികളിലുള്ള പനിയും അതോടൊപ്പം മഴയും അതുമൂലമുണ്ടാകുന്ന, അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുടെയും ഫലമായി ജലദോഷം, ചുമ തുടങ്ങിയ കാര്യങ്ങളും കൊണ്ട് ഒരുപാട് ആളുകൾ വൈദ്യന്മാരെയും ഡോക്ടർമാരെയും ആശുപത്രികളെയും ക്ലിനിക്കുകളെയും ഒക്കെ അവലംബിക്കുകയും അഡ്മിറ്റ് ആവുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭമാണ്. പലയിടത്തും പനി വ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ കണക്ക് കൂടാതെ തന്നെ നമ്മുടെയൊക്കെ വീടുകളിലും കുടുംബങ്ങളിലും പരിശോധിച്ചാൽ ഒന്നിലേറെ ആളുകൾ പനി ബാധിച്ചവരോ ഒന്നിനു ശേഷം മറ്റൊരാളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നവരോ, ഒരു വീട്ടിൽ 1 ആളുകൾ പനി ബാധിച്ചവരോ ഒക്കെയായി നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ പനിയെ, രോഗത്തെ, എന്നാൽ അതിൽ പ്രത്യേകിച്ച് പനിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളെന്ത് മനസ്സിലാക്കണം, എന്ത് സമീപനം അതിനോട് സ്വീകരിക്കണം എന്നതാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ, ഇത് പൊതുവെ രോഗത്തെ സംബന്ധിച്ച ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഉമ്മുൽ അല റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ രോഗിയായിരിക്കെ എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിച്ചു. ആ രോഗ സന്ദർശന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞത്, അബ്ശിരി യാ ഉമ്മൽ അല ഫഇന്ന മറളൽ മുസ്ലിം യുദ്ഹിബുല്ലാഹു ബിഹി ഖതായാഹു. അല്ലയോ ഉമ്മുൽ അലയെ, നീ സന്തോഷിച്ചു കൊള്ളുക. എന്താ, രോഗം ഉണ്ടായാൽ ആർക്കും സന്തോഷം ഉണ്ടാകും. പക്ഷെ നബി പറയുന്നത്, നീ സന്തോഷിക്കുക. ഇന്ന മറളൽ മുസ്ലിം, മുസ്ലിമിനുണ്ടാകുന്ന രോഗം യുദ്ഹിബുല്ലാഹു ബിഹി ഖതായാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗം മൂലം, രോഗം ബാധിച്ച മനുഷ്യന്റെ പാപങ്ങളെ അദ്ഹബ, ദഹബ എന്ന് പറഞ്ഞാൽ പോയി, അദ്ഹബ പോക്കിക്കളയുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുന്നു. അപ്പൊ പാപത്തെ അല്ലെങ്കിൽ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയ ഒരു സംവിധാനമാണ് മൊത്തത്തിൽ രോഗം. ഇതിൽ ചില പ്രത്യേക രോഗങ്ങളെ സംബന്ധിച്ച് ഹദീസുകളിലുണ്ട്. ഞാൻ അത് ഇപ്പോൾ പറയുന്നില്ല, ഇപ്പൊ പനിയുമായി ബന്ധപ്പെട്ടത് മാത്രമേ. എന്നിട്ട് നബി ഉദാഹരിച്ചു പറഞ്ഞു, കമാ തുദ്ഹിബുൻ നാറു ഖബത ദഹബി വൽ ഫില്ല. സാധാരണഗതിയിൽ തുരുമ്പെടുക്കാത്ത സാധനമാണ് സ്വർണം, വെള്ളി എന്ന് പറയുന്നത്. മറ്റലുകളിൽ വ്യത്യസ്തമായി തുരുമ്പെടുക്കില്ല. എന്നാൽ ചെറിയ തകരാറുകളൊക്കെ ഉണ്ടാകാം. ആ സ്വർണത്തിന്റെയും വെള്ളിയുടെയും തുരുമ്പ് അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന കറകളെ തീ എങ്ങനെ ഇല്ലാതാക്കുന്നുവോ അതേപോലെ പാപങ്ങളെ പനി ഇല്ലാതാക്കുന്നു. ഇരുമ്പ് ഉരുക്കുക, ജ്വല്ലറിയിൽ നമ്മൾ പഴയ സ്വർണം കൊണ്ടുപോയി കൊടുത്താൽ അത് തൂക്കിക്കണക്കാക്കുന്നതിന് മുമ്പ് അവിടെ വെച്ച് തന്നെ അവർ ചൂടാക്കി എന്ത് ചെയ്യുന്നു, ചൂടാക്കി കറുപ്പിച്ചു കൊണ്ടുവരും. അപ്പൊ അതിലുള്ള ചളി, അഴുക്ക്, ചേറ്, തുരുമ്പ് ഇതൊക്കെ
പോകാൻ വേണ്ടിയാണ്. അപ്പൊ അതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ്. അങ്ങനെ ശുദ്ധീകരിക്കുമ്പോൾ അതിലുള്ള എല്ലാ ചളിയും അഴുക്കും ചേറും തുരുമ്പും ഒക്കെ പോകും. അങ്ങനെ സ്വർണവും വെള്ളിയും ശുദ്ധീകരിക്കുന്നത് പോലെ പാപങ്ങളിൽ നിന്ന് മനുഷ്യനെ ശുദ്ധീകരിക്കാനാണ് ഈ രോഗം അള്ളാഹു നിശ്ചയിച്ചത്. അതുകൊണ്ട് നീ രോഗത്തിൽ സന്തോഷിച്ചുകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. രോഗിയെ സന്ദർശിക്കുമ്പോൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മന്ത്രിക്കാനും ഒക്കെ ഹദീസുകളിൽ പഠിപ്പിച്ചത് നമുക്ക് കാണാം. ആ കൂട്ടത്തിൽ ഒരു വാചകം തൊഹൂറുൻ ലാ ബഅസ് തൊഹൂറുൻ ഇൻഷാ അല്ലാഹ്. ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥനയല്ല. പ്രാർത്ഥന എന്ന നിലക്കല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയോട് പറയാൻ ആശ്വാസവചനമായി പഠിപ്പിക്കുന്നതാണ്. നമ്മളത് പ്രാർത്ഥനയാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു കാണാം അത് പ്രാർത്ഥനയല്ല, അതിലൊരു പ്രാർത്ഥനയില്ല. പിന്നെന്താണ്? രോഗം ബാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മനസ്സിലാക്കുന്നത് ഇതൊരു ഇടങ്ങേറായി, ബുദ്ധിമുട്ടായി, പ്രശ്നമാണ്, പ്രയാസമാണ് എന്നൊക്കെയാണ്. എന്നാൽ ആ രോഗിയോട് പറയാൻ നബി പഠിപ്പിച്ച വാചകം ലാ ബഅസ്, തകരാറില്ല, ഒരു കുഴപ്പമില്ല. അതാണ് ലാ ബഅസ്. നിനക്ക് പനിയോ ജലദോഷമോ ചുമയോ എന്ത് രോഗാട്ടെ, ലാ ബഅസ്, ഒരു കുഴപ്പവും ഈ പനി കൊണ്ടില്ല, അല്ലെങ്കിൽ രോഗം കൊണ്ടില്ല. കാരണം എന്താ? രോഗം എന്ന് പറയുന്നത് തൊഹൂറുൻ ഇൻഷാ അല്ലാഹ്. രോഗം തൊഹൂറാണ്. അപ്പൊ നല്ല വെള്ളത്തെക്കുറിച്ച് ഖുർആനിലും ഹദീസിലും പരിചയപ്പെടുത്തിയത് തൊഹൂർ എന്നാണ്, മനുഷ്യനെ ശുദ്ധീകരിക്കുന്നത്. അപ്പൊ മനുഷ്യനെ അഴുക്കിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന്, നജസിൽ നിന്ന് ശുദ്ധീകരിക്കാനാണ് അള്ളാഹു വെള്ളം ഇറക്കിയത്. അതേ പദമാണ് രോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വെള്ളം മനുഷ്യനെ ഖബത്തിൽ നിന്നും ഹദസിൽ നിന്നും, അതായത് ചെറിയ വലിയ അശുദ്ധികളിൽ നിന്നും നജസുകളിൽ നിന്നുമൊക്കെ ശുദ്ധീകരിക്കുന്നത് പോലെ രോഗം മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ടാണ് തൊഹൂറുൻ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു നിനക്ക് നൽകിയ രോഗം നിന്നെ പാപങ്ങളിൽ നിന്ന്, ഇരുമ്പിനെയും വെള്ളിയെയും ലോഹങ്ങളെയും ഒക്കെ തീ ശുദ്ധീകരിക്കുന്നത് പോലെ നിന്നെ ശുദ്ധീകരിച്ച് പുറത്തെടുക്കും. അപ്പൊ നോക്കൂ, ഇതിന്റെ അർത്ഥം അറിയുന്ന ഒരാൾ ഒരു രോഗിയാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് വലിയ ആശ്വാസം ഉണ്ടാവും. അള്ളാഹു പഠിപ്പിച്ച രോഗിയെ ആശ്വസിപ്പിക്കാൻ പറ്റിയ വാചകമാണ് ഇത്. പലപ്പോഴും ആളുകൾ പറയാറില്ല. പറഞ്ഞാൽ തന്നെ ഇതെന്തൊരു പ്രാർത്ഥനയാണ് എന്നുള്ളത് അർത്ഥം മനസ്സിലാക്കാതെയാണ് പറയാറുള്ളത്. അപ്പൊ ഇത് പ്രാർത്ഥനയല്ല, രോഗിയെ ആശ്വസിപ്പിക്കാനുള്ള ഒരു വാചകമാണ്. ഇത് നിന്നെ തകരാറിലാക്കാൻ, ബുദ്ധിമുട്ടിലാക്കാൻ, പ്രയാസപ്പെടുത്താനുള്ളതല്ല. മറിച്ച് നിന്നെ ശുദ്ധീകരിച്ച് എത്ര നീ പ്രയാസം അനുഭവിക്കുന്നുവോ, എത്ര നീ രോഗം കൊണ്ട് വേദന കടിച്ചിറക്കുന്നുവോ, അങ്ങനെ നീ ലോകത്തിൽ നിന്ന് മരിച്ചു പോകുന്നുവെങ്കിൽ ക്ഷമിച്ച് സഹിച്ച് അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിന്റെ പാപങ്ങളൊക്കെ രോഗങ്ങൾക്കനുസരിച്ച് പാപം മുഴുവൻ കഴുകിക്കളയപ്പെടും. അപ്പൊ പാപമില്ലാത്തവനായി, മറ്റൊരു ഹദീസിൽ കാണാം, പാപമില്ലാത്തവനായി അള്ളാഹുവിനെ കണ്ടുമുട്ടും. കാരണം എന്താ? വേദന കൊണ്ട്, രോഗം കൊണ്ടുണ്ടാകുന്ന പ്രയാസം കൊണ്ട് പാപങ്ങളൊക്കെ മായ്ക്കപ്പെടുന്നു. അങ്ങനെ അയാൾ മരിച്ചുവാണെങ്കിൽ അയാളിൽ ഒരു പാവവുമില്ല. രോഗം വരെ, മരണം വരെ രോഗം, അതുവരെ ശുദ്ധീകരണം നടക്കുന്നു. അപ്പൊ ശുദ്ധീകരണം നടന്ന് പാപമെന്ന അഴുക്കും കറയും ഇല്ലാത്തവനായി നാളെ മഹ്ശറിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ പാപമില്ലാത്ത ശുദ്ധിയുള്ളവനായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കും. അപ്പൊ അതൊരു വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ രോഗങ്ങളെ കാണേണ്ടത് ഈ നിലക്കാണ് എന്ന് ഈ ഹദീസിൽ കാണാം. ഇനി പനിയെ സംബന്ധിച്ച് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചില ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മുസ്സായിബ് അല്ലെങ്കിൽ ഉമ്മുൽ മുസയ്യബ് എന്നറിയപ്പെടുന്ന മഹദിയെ, സ്ത്രീയെ സന്ദർശിക്കാൻ വേണ്ടി പോയി. നബി ചോദിച്ചു, എന്താണ് നിനക്ക് പ്രശ്നം ഉമ്മുസ്സായിബെ? നീ എന്താണ് തുസഫ്സിഫീന, നീ എന്താണ് ഇങ്ങനെ കിടുകിടാ വിറക്കുന്നത്? പനി പിടിച്ചാൽ നമ്മൾ പറയും കിടിലം എന്ന് പറയും. കിടിലമുള്ള പനി, എന്നാൽ വിറക്കുന്ന പനിയാണ്. അങ്ങനെ വിറയൽ പനി ബാധിച്ച് കിടക്കാൻ. അപ്പൊ നബി ചോദിച്ചു, എന്താണ് ഇങ്ങനെ വിറക്കുന്നത്? അപ്പൊ ആ മഹദി പറഞ്ഞു, അൽ ഹുമ്മ, പനി പിടിച്ചിട്ടാണ് വിറക്കുന്നത്. അപ്പൊ നബിന്റെ മറുപടി, ലാ ബാറക്കല്ലാഹു ഫീഹ, പനിയിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യാതിരിക്കട്ടെ. എന്നാൽ പനി പരീക്ഷണമാണ്, പനി കൊണ്ട് പാപം മായ്ക്കപ്പെടും. പക്ഷേ അതിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യാതിരിക്കട്ടെ എന്നാൽ പനി അങ്ങനെ തുടരണ്ട. എന്നാൽ പനിയുണ്ടായതിന്റെ പേരിൽ പനിയെ ഇതൊരു ശല്യമായി കണ്ട് പനിയെ നീ ശപിക്കരുത്, ചീത്ത പറയരുത്. ലാ തസുബ്ബിൽ ഹുമ്മ, നീ പനിയെ ചീത്ത പറയാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. പനി പിടിച്ചിങ്ങനെ വിറയിൽ പിടിച്ച് പുതപ്പിട്ട് മൂടിയിട്ട് നിൽക്കാതെ, പ്രയാസപ്പെട്ട് ശരീരം മുഴുവൻ വേദനിച്ച് കിടന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, അതോടൊപ്പം തൊണ്ടവേദനയോ ചുമയോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒന്നും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തുമ്പോൾ സ്വാഭാവികമായും ശാപവാക്കുകൾ, ചീത്തവാക്കുകൾ, എന്തൊരു ഇടങ്ങേറ് പിടിച്ച പനിയാണിത്, എന്തൊരു പരീക്ഷണമായി പോയി, എന്തൊരു കാലക്കേടാണ്, ഇങ്ങനെയൊക്കെ മനുഷ്യൻ പറയും. അതുകൊണ്ട് നീ പനിയെ ശപിക്കരുത്, ചീത്ത പറയരുത്. ബനി ആദം, കാരണം പനി ആദമിന്റെ മക്കളുടെ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു. ഏതുപോലെ കമായുദ്ഹിബിൽ കീറു ഖബസൽ ഹദീദ്. കീർ എന്ന് പറഞ്ഞാൽ കൊല്ലൻ, കൊല്ലന്റെയും തട്ടാന്റെയും അടുപ്പാണ്. കൊല്ലനും തട്ടാനും എന്നാൽ ഇരുമ്പ് ലോഹപ്പണിക്കാരാണ്. ഇവരെന്തിനാണ് ഈ അടുപ്പ്? ഉല എന്നതിന് മലയാളത്തിൽ പറയും. അതിന്റെ അറബി വാക്കാണ് കീർ. ഈ കീർ, തട്ടാനും കൊല്ലനും അവന്റെ അടുപ്പിൽ വെച്ച് അവന്റെ
മെറ്റലുകൾ വേവിച്ച് പഴുപ്പിച്ച് ശുദ്ധീകരിക്കുകയാണ്. ആ ഉലയിൽ വെച്ച് പഴുപ്പിച്ചെടുത്ത ലോഹം എങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്നുവോ, ഇരുമ്പിനെ ഉല എങ്ങനെ ശുദ്ധീകരിക്കുന്നുവോ, അതുപോലെ ആദമിന്റെ പുത്രന്മാരുടെ, അതായത് മനുഷ്യന്മാരുടെ പാപങ്ങളെ പനി ഇല്ലാതാക്കുന്നു എന്ന സന്തോഷ വാർത്തയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയുണ്ടായി. അപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാ രോഗങ്ങളെ കുറിച്ച് പറഞ്ഞതിന്റെ പുറമെ പനി എന്ന രോഗത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഈ ശുദ്ധീകരണ പ്രക്രിയയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റ് അസുഖങ്ങളൊക്കെ ചിലപ്പോ ആയുസിൽ ഒരു വട്ടമോ രണ്ടു വട്ടമോ ഒക്കെ ചില പ്രത്യേക രോഗങ്ങൾ മനുഷ്യർക്കുണ്ടാകാം, ചിലപ്പോൾ വരാതെയും ഇരിക്കാം. എന്നാൽ പനി എന്ന് പറയുന്നത് മിക്കപ്പോഴും ആവർത്തിച്ച് വരുന്ന ഒരു സംഭവമാണ്. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹാജിറുകളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയപ്പോൾ മദീനയിൽ പിന്നെ പനിയുണ്ടായി. മക്കയിൽ ഇല്ലാത്ത ഒരു അനുഭവം മദീനയിൽ ഉണ്ടായി. പലർക്കും പനി ബാധിച്ചു. ചില ആളുകളൊക്കെ മദീനയിൽ നിൽക്കാതെ ഈ പനി സഹിക്കാൻ കഴിയാതെ തിരിച്ച് മക്കത്തേക്ക് തന്നെ തിരിച്ചു പോന്നെങ്കിലോ എന്ന് ആഗ്രഹിച്ചു. ആ ആളുകളൊക്കെ ആ ഉദ്ദേശത്തിൽ നിന്നും തീരുമാനത്തിൽ നിന്നും ചിന്തയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശങ്ങൾ നൽകി പിന്തിരിപ്പിച്ചത് കാണാം. ആ കൂട്ടത്തിൽ നബിക്ക് പനി ബാധിച്ചിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പനി ബാധിച്ചിട്ടുണ്ട്, പല സഹാബികൾക്കും മദീനയിലെത്തിയപ്പോൾ പനി ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ പനി ഇല്ലാതെയാക്കി. മക്ക ഏത് കണ്ട് ഇഷ്ടമായിരുന്നുവോ അതുപോലെ മദീന ഞങ്ങൾക്ക് നീ പ്രിയപ്പെട്ടതാക്കണമേ എന്ന് നബി പ്രാർത്ഥിക്കുകയും, അല്ലാഹുവേ മദീനയിൽ ഞങ്ങളെ ബാധിച്ചിട്ടുള്ള ഈ പനിയെ മദീനക്ക് കുറെ അപ്പുറത്തുള്ള ജുഹ്ഫ എന്ന് പറയുന്ന, എന്നാൽ കുറെ കിലോമീറ്ററുകൾ അപ്പുറത്താണ് എന്ന് പറയുന്ന മീഖാത്തുകളിൽപ്പെട്ട ഒരു സ്ഥലമാണ്. ഇന്നത് റാബക് അല്ലെങ്കിൽ റാബിഖ് എന്നറിയപ്പെടും. ആ ജുഹ്ഫയിലേക്ക് മദീനയിലെ പനിയെ നീ നീക്കണമേ എന്നുവരെ പ്രാർത്ഥിക്കാവുന്ന സാഹചര്യത്തിൽ കടുത്ത പനികൾ പല മുഹാജിറുകളെയും ബാധിച്ചു എന്ന് ഹദീസിലുണ്ട്. അത്തരം പശ്ചാത്തലത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പനിയെ ശപിക്കാനല്ല, മറിച്ച് അതിന് കുഴപ്പമില്ലാത്തൊരു കാര്യമായി, പാപങ്ങൾ മായ്ക്കപ്പെടാനുള്ള ഒരു വഴിയായി അത് കണ്ട് പനിയെ സ്വീകരിക്കാൻ, പനിയെ ശപിക്കാതിരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തമായ രോഗം ബാധിച്ചു, ശക്തമായ പനി ബാധിച്ചു. ഇവിടെ ഉപയോഗിച്ചുള്ള വാക്ക് വഴക്കൻ ശരീരം എന്നാണ്. പനിക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന വേദനക്കാണ് വഴക്ക് എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ശരീരം മുഴുവൻ വേദനിക്കും. അങ്ങനെ ശക്തമായ വേദനയുടെ രോഗത്തിൽ പനിയിൽ നബി പെട്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു സന്ദർശിച്ചു. എന്നിട്ട് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിയോട് പറയാൻ, അല്ലയോ നബിയെ, താങ്കൾക്ക് ശക്തമായ പനിയും പനി മൂലമുള്ള വേദനയും ബാധിച്ചിട്ടുണ്ടല്ലോ. നബി എന്ന നിലക്ക് നിങ്ങൾക്ക് 2 കൂലി കിട്ടിയേക്കാം. 2 കൂലി കിട്ടും. പനിച്ചതിന്, ക്ഷമിച്ചതിന്, സഹിച്ചതിന് 2 കൂലി, ഇരട്ട കൂലി കിട്ടും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, അതെ, എനിക്ക് മാത്രമല്ല, മാമിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ, ഏതൊരു മുസ്ലിമിനും ഒരു ബുദ്ധിമുട്ടും ബാധിക്കുകയില്ല ഇല്ലാ ഹാത്തല്ലാഹു അൻഹു ഖതായാഹു. ഇവിടെ പനി മാത്രമല്ല, ഏതൊരു പീഡനവും, ഏതൊരു ബുദ്ധിമുട്ടും, ഏതൊരു പ്രയാസവും, ഏതൊരു മുസീബത്തും ഒരു മുസ്ലിമിനെ ബാധിക്കുകയില്ല. അവനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബുദ്ധിമുട്ട് കാരണത്താൽ അതവൻ അനുഭവിച്ചതിന്റെ പേരിൽ, സഹിച്ചതിന്റെ പേരിൽ അവന്റെ പാപങ്ങളെ അല്ലാഹു കൊഴിച്ചു കളയുന്നത് പോലെ, മരത്തിൽ നിന്ന് ഇല കൊഴിക്കുന്നതിനാണ് ഹാത്ത എന്ന് പറയുക. കമാ തഹാത്തു വറഖുശ് ശജർ, മരത്തിന്റെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ. നമുക്കറിയാം, പഴുത്ത മൂപ്പത്തിയ ഇലകൾ കൊഴിഞ്ഞു പോകുന്നു. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മരത്തിലെ ഒരു ഇല പോലും ബാക്കിയാകാതെ ഉണങ്ങിയതെന്ന് തോന്നാവുന്ന തരത്തിൽ കൊമ്പുകൾ മാത്രം ബാക്കിയായി ഉണങ്ങിപ്പോകുന്ന മരങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലും ചിലത് അങ്ങനെ കാണാം. അങ്ങനെ മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ വളരെ വ്യക്തമാണ്. എങ്ങനെ ഇല കൊഴിഞ്ഞു വീണ് ഒറ്റ ഇലയും ഇല്ലാത്ത നിലക്ക് മരത്തിന്റെ കൊമ്പുകൾ മാത്രം തടിമരവും ബാക്കിയാകുന്നുവോ, അതുപോലെ ഒരു പാപവുമില്ലാത്ത നിലക്ക് മനുഷ്യന്റെ തടി മാത്രം, പാപമില്ലാത്ത തടി, ആ നിലക്ക് പാപങ്ങളെ അത് കൊഴിച്ചു കളയുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ച് ആശ്വസിപ്പിച്ച് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ ഒരു മനുഷ്യനെ പനി ബാധിച്ച് വേദനിച്ച് കിടക്കുന്ന ഒരാളെ സന്ദർശിക്കാൻ പോയി. നബിയോട് നേരത്തെ ഉമ്മുൽ മുസയ്യബിനോട് പറഞ്ഞതുപോലെ ഈ വ്യക്തിയോട് നബി പറഞ്ഞത്, നീ സന്തോഷിക്കുക എന്നാണ്, പനി കൊണ്ട് ബേജാറാകണ്ട എന്ന് നബി പറഞ്ഞു. ഇവിടെ മറ്റൊരു കാര്യം പറയുന്നു, ഹിയ നാരി, അള്ളാഹു പറയുന്നു പനി എന്ന് പറയുന്നത് എന്റെ തീയാണ്. അള്ളാഹുവിന്റെ തീ തന്നെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ നാറുല്ലാഹ് അൽ മൂഖദ, ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ പറഞ്ഞ അള്ളാഹുവിന്റെ തീ. ചില മഹത്തായ കാര്യങ്ങളെയും ചില ഗൗരവപ്പെട്ട കാര്യങ്ങളെയും അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞത് കാണാം. നാഖത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞതുപോലെ അതൊരു അത്ഭുത ജീവിയാണ്. എല്ലാം അള്ളാഹുവിന്റേതാണ്. പക്ഷേ സാലിഹ് നബിയുടെ കാലഘട്ടത്തിൽ അയക്കപ്പെട്ട ഒട്ടകം പരീക്ഷണമായിരുന്നു, അതൊരു മുഅ്ജിസത്തായിരുന്നു. അതുകൊണ്ട് നാഖത്തുല്ലാഹ് എന്ന് പറഞ്ഞു. ഇത്
ഇതുപോലെ നാറ്, തീ, നരകമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഗൗരവപ്പെട്ട ഒരു സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ നാറുള്ള അള്ളാഹുവിന്റെ തീ എന്ന് നരകത്തെക്കുറിച്ച് പറഞ്ഞത് കാണാം. ഇവിടെ അതാണ് നാരി, എന്റെ നരകമാകുന്നു, എന്റെ തീയാകുന്നു പനി എന്ന് പറയുന്നത്. ഉസല്ലിതുഹാ അലാ അബ്ദി, എന്റെ അടിമയുടെ മേൽ ആ എന്റെ തീനെ ഞാൻ ഉസല്ലിത്, അവന്റെ മേൽ ഞാൻ പനിക്ക് ആധിപത്യം നൽകുന്നു. ഏത് അബ്ദ്? അൽ മുദ്നിബ്, പാപം ചെയ്യുന്ന ആള് എന്ന് പറഞ്ഞാൽ പാപികൾക്ക് മാത്രമേ പനി പിടിക്കൂ എന്ന് വിചാരിക്കേണ്ട. രോഗം ബാധിക്കാൻ പല കാരണങ്ങളുണ്ടാകാം. ഒന്ന്, പാപം ചെയ്തവന്റെ പാപത്തെ ശുദ്ധീകരിക്കാനാണ്, നേരത്തെ പറഞ്ഞതുപോലെ. ഒരു പാപവും ചെയ്യാത്തവനും പനി ബാധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാര്യമായ പാപങ്ങളില്ല, ചെറിയ വീഴ്ചകൾ ഉണ്ടാകാം. അതും വരാൻ പോകുന്നതുമൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നബിക്ക് പനി ബാധിച്ചു. അതെന്താ? അത് പരീക്ഷണമാണ്, പൂർണ്ണമായ ശുദ്ധീകരണമാണ്. ഒരാൾ ക്ഷമിക്കുമോ, സഹിക്കുമോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമോ, അതല്ല ശിർക്കിലേക്ക് പോകുമോ? അങ്ങനെ പരീക്ഷിക്കാൻ ബലായും ഫിത്നയായും രോഗങ്ങൾ ഉണ്ടാകാം. പനി ബാധിക്കുന്നവരൊക്കെ പാപികളാണെന്ന് വിചാരിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് പാപം ബാധിച്ചവന്റെ മേൽ പനിക്ക് ഞാൻ ആധിപത്യം കൊടുക്കും. എന്തിനാണ്? ലിത്തകൂന, ആ പനി ആകാൻ ഹല്ലഹു മിനന്നാരി, നരകത്തിൽ നിന്നുള്ള അവന്റെ വിഹിതമാകാൻ എന്ന് പറഞ്ഞാൽ എന്താ? പാപം ശുദ്ധീകരിക്കാനുള്ള വഴിയാണ്. അപ്പൊ നരകത്തിൽ ചെന്ന് നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നതിന് പകരം ദുനിയാവിൽ അവന്റെ പാപങ്ങളെ മായ്ച്ച് ആ നരകത്തിലുണ്ടാകാവുന്ന അനുഭവിക്കുന്ന ചൂടിന് പകരം ഒരു ചൂട് അള്ളാഹു ദുനിയാവിൽ കൊടുക്കുകയാണ്. അപ്പൊ നരകത്തിലെ ശിക്ഷയ്ക്ക് പകരമാണ് ഈ പനി എന്ന ചൂട്. പനി നമുക്ക് തണുപ്പായി അനുഭവപ്പെടുന്നുവെങ്കിലും പനി ഉണ്ടോ അല്ലെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെ? തണുപ്പ് നോക്കിയിട്ടല്ല, ശരീരത്തിന് ചൂടുണ്ടോ, ടെമ്പറേച്ചറാ നോക്കുന്നത്. ഇത്ര ഡിഗ്രിക്ക് അപ്പുറം പോയിട്ടുണ്ടോ, ശക്തമായ പനിയാണോ, പനി ചൂടാ അളക്കുന്നത്. ചൂടാണ് ശരീരത്തിനെങ്കിലും നമുക്ക് അനുഭവപ്പെടുന്നത് തണുപ്പാണ്. രണ്ട് വിപരീത സാഹചര്യ അവസ്ഥകളാണ്. അപ്പൊ ആ ദുനിയാവിൽ അല്ലാഹു ഈ ചൂട് ശരീരത്തിന് കൊടുക്കുന്നത് നരകച്ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്ന് ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതേ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ നബിയെ സന്ദർശിച്ച സ്ത്രീകളോട്, നബിയെ, നിങ്ങൾക്ക് പനി ബാധിച്ചിട്ടുണ്ടല്ലോ, ശക്തമായ പനിയാണല്ലോ, നിങ്ങൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ പനി മാറ്റിത്തരാൻ എന്ന് ചില സ്ത്രീകൾ, ഫാത്തിമ ബിൻതുൽ യമാൻ അടക്കമുള്ള കുറച്ച് സ്ത്രീകൾ പറഞ്ഞപ്പോൾ നബിന്റെ മറുപടി എന്താ? ഇന്ന മിൻ അശദ്ദിൻ നാസി ബലാഅൻ അൽ അംബിയാ, മനുഷ്യരിൽ വെച്ച് ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരിക ഏറ്റവും മോശപ്പെട്ടവരല്ല, ഏറ്റവും ഉത്തമന്മാരായ നബിമാരാണ്. നബിമാർക്കാണ് ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് അള്ളാഹു ഏറ്റവും കടുത്ത പരീക്ഷണം ചെയ്യുക. അപ്പൊ നമ്മള് പരീക്ഷണം, എല്ലാ പരീക്ഷണങ്ങളും, അതുപോലെ രോഗമടക്കമുള്ള പനിയടക്കമുള്ള പരീക്ഷണം നമുക്ക് എത്ര കണ്ടുണ്ടോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് വെറുത്ത ആളാണ് ഞാൻ എന്നല്ല, വെറുക്കപ്പെട്ടവനല്ല, മറിച്ച് അള്ളാഹുവിന് പ്രിയപ്പെട്ടവനാണ്. ആ പ്രിയപ്പെട്ടവരെ വല്ല പാപത്തിന്റെ അഴുക്കുമുണ്ടെങ്കിൽ അത് ശുദ്ധീകരിച്ച് അവനെ പാപരഹിതനായി നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാനാണ് അള്ളാഹു പരീക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു ഏറ്റവും അധികം പരീക്ഷണത്തിന് വിധേയമാക്കുന്നത് അമ്പിയാക്കന്മാരെയാണ്. പിന്നെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ആരാ? അമ്പിയാക്കളല്ലാത്ത സാധാരണ മനുഷ്യന്മാരിൽ നിന്ന് തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും എന്ന് 3 വട്ടം നബി ആവർത്തിച്ച് പറഞ്ഞു. പ്രവാചകന്മാർ കഴിഞ്ഞാൽ നബിയോട് അടുത്തു വരുന്നവർ, പിന്നെ നബിയോട് അടുത്തു വരുന്നവർ, പിന്നെ നബിയോട് അടുത്തു വരുന്നവർ എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രമം അങ്ങനെ. നബിനോട് അടുത്ത് വരാവുന്ന ഏറ്റവും ശ്രേഷ്ഠന്മാരായ മനുഷ്യന്മാരാരാ? അത് ഖുലഫാഉർ റാഷിദുകളായ ആളുകൾ, പിന്നെ സഹാബികൾ, പിന്നെ കഴിഞ്ഞാൽ നല്ല താബികൾ, പിന്നെ അതിന് ശേഷം വരുന്ന നല്ല പിന്മുറക്കാർ, അങ്ങനെ എത്ര നല്ലവരായുണ്ടോ ആ ആളുകളെയൊക്കെ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുക അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, പിന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പിന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ്. അപ്പൊ ഈ വാക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പനിയെ നമ്മൾ എങ്ങനെ കാണണം, എന്തിനാണ് അള്ളാഹു പനി നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഇവിടെ പറഞ്ഞതുപോലെ എന്റെ തീ എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതാണോ? അല്ല, നരകത്തിൽ നിന്നുള്ളതാണ്. ദുനിയാവിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ചൂട് എന്ന് പറയുന്നത് നരകത്തിൽ നിന്നുള്ള ചൂടാണ് എന്ന ഹദീസുണ്ട്. അതേപോലെ പനിയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, പനി നരകത്തിന്റെ ചൂട്, നരകത്തിന്റെ ജ്വാലയിൽ നിന്നാണ്, അതിൽപ്പെട്ടതാണ് പനി. വേറെയും ചില പദങ്ങൾ ഉപയോഗിച്ച് കാണാം. മിൻ ഫൗരി ജഹന്നം, നരകത്ത് ഫൗർ എന്നാൽ ജ്വലിക്കുന്ന കത്തുന്ന തീയാണ്, ചൂടാണ്. ആ നരകത്തിന്റെ കടുത്ത തീയിന്റെ അതിൽ നിന്നുള്ള വ്യാപനം, അതിൽപ്പെട്ടതാകുന്നു പനിയുടെ ചൂട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ വേറെ ഹദീസിൽ മിൻ കീരി ജഹന്നം, നരകത്തിൽ നിന്നുള്ള കീറാൻ എന്നാൽ നരകത്തിൽ നിന്നുള്ള ഉല, കൊല്ലന്റെ തട്ടാന്റെ അടുപ്പ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ച വ്യത്യസ്ത പദങ്ങളാണെങ്കിലും നരകത്തിന്റെ ചൂടിന്റെ ഭാഗമാണ് മനുഷ്യൻ ദുനിയാവിൽ
ദുനിയാവിൽ അനുഭവിക്കുന്ന ചൂട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഹദീസ് അത് പറഞ്ഞു. ആ നരകത്തിൽ അനുഭവിക്കേണ്ടുന്ന ചൂടിന് പകരം അതിന്റെ ചെറിയൊരു അംശം പനിയായി മനുഷ്യനെ ആസ്വദിപ്പിച്ച് അവനെ അനുഗ്രഹമാക്കി മാറ്റുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പനിയെ അതിനുള്ള ചികിത്സ എന്താണ് എന്നതാണ്. പനിക്ക് ചികിത്സിക്കാതിരിക്കണമോ അല്ല പനിക്ക് ചികിത്സിക്കേണ്ടതുണ്ടോ? എന്ത് ചികിത്സയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? നമ്മൾ പനി ഉണ്ടായാൽ ആദ്യം പോവുക മെഡിക്കൽ ഷോപ്പിലേക്കാണ്. എന്നിട്ട് വൈദ്യനും ചീട്ടുമൊന്നുമില്ലാതെ നമുക്ക് തോന്നിയത്, അല്ലെങ്കിൽ അവിടെ മരുന്ന് വിൽക്കുന്നവൻ അത് ഫാർമസിസ്റ്റ് തന്നെ ആയിക്കൊള്ളുന്നില്ല, ഗുളിക വാങ്ങി പനി സ്റ്റോപ്പാക്കുന്നു. നബി പഠിപ്പിച്ച ചികിത്സ എന്താണ്? ഇത് ഇന്നും പല പ്രകൃതി ചികിത്സകളിലും അതുപോലെ തന്നെ ആയുർവേദ ചികിത്സകളിലുമൊക്കെ നാടൻ ചികിത്സകളിലുമൊക്കെ ഇനി ഇതില്ലാത്ത നാടുകളിലും നമ്മളെ നാടല്ലാത്തവരിലൊക്കെ അത്തരം ചികിത്സകളുണ്ട്. നബി പഠിപ്പിച്ചത് എന്താ? നബിന്റെ ഹദീസ് കാണാം, നരകത്തിന്റെ ചൂടിൽപ്പെട്ടതാണ് പനി. ഫഅബ്രിദൂഹാ ബിൽമാ, അതുകൊണ്ട് നിങ്ങൾ പനിയെ വെള്ളം കൊണ്ട് തണുപ്പിക്കുക. മറ്റൊരു റിപ്പോർട്ടിൽ ഇതൊക്കെ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഫഅത്ഫിഊഹാ ബിൽമാഇ, പനി എന്ന ചൂടിനെ വെള്ളം കൊണ്ട് നിങ്ങൾ കെടുത്തിക്കളയുക. രണ്ടു വാക്കാണ്. ഒന്ന്, പനിയെ നിങ്ങൾ തണുപ്പിക്കുക. കാരണം പനി എന്നാൽ തണുപ്പാണെങ്കിലും ശരീരത്തിൽ ചൂടാണ്. നല്ല പനി ഉണ്ടാവുമ്പോൾ നല്ല ചൂടുണ്ടാവും. അപ്പൊ പൊള്ളണ പനിയാന്നൊക്കെ പറയാം തൊട്ടുനോക്കിയിട്ട്. അപ്പൊ അത് തണുപ്പിക്കണം. പിന്നെ തീയാണ്, നരകത്തീയിൽ നിന്നുള്ള ഭാഗമാണ് എന്ന് പറഞ്ഞു. ആ തീയെ എന്ത് ചെയ്യണം? അത്ഫിഊഹാ, നിങ്ങൾ കെടുത്തിക്കളയണം. അപ്പൊ തണുപ്പിക്കാനും കെടുത്താനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. എന്താണ് ഇത് രണ്ടിനുമുള്ള മാർഗം? രണ്ട് രീതി നബി സല്ലല്ലാഹു അലൈഹി നമുക്കൊക്കെ വീട്ടിൽ ചെയ്യാവുന്ന ചികിത്സയാണ്, ഒരു മുടക്കൂല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ ചെന്ന നേരത്തെ പറഞ്ഞ ഫാത്തിമ ബിൻതുൽ യമാൻ, ആ മഹദിയും വേറെ കുറെ പെണ്ണുങ്ങളും കൂടിയാണ് നബി പനി ബാധിച്ച് കിടക്കുമ്പോൾ നബിന്റെ വീട്ടിൽ ചെന്നത്. അങ്ങനെ നബിയെ വീട്ടിൽ ചെന്ന് സന്ദർശിക്കുമ്പോ അവര് കാണുന്ന കാഴ്ച എന്താ? ഫൈദാ സിഖാഉൻ മുഅല്ലഖുൻ നഹ്വഹു യഖ്തുറു മാഉഹു അലൈഹി മിൻ ശിദ്ദതി മാ യജിദു മിനൽ ഹുമ്മ മിൻ ഹർരിൽ ഹുമ്മ. പനിയുടെ ചൂടിന്റെ കാഠിന്യം കാരണത്താൽ എന്ന് പറഞ്ഞാൽ ആ പ്രയാസം കൊണ്ട് അതിനുള്ള ചികിത്സയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നതിന്റെ നേരെ ഒരു വെള്ളപ്പാത്രം കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ആ കെട്ടിത്തൂക്കിയപ്പോ കലം കെട്ടിത്തൂക്കുക, നടുക്കൊരു ചെറിയ ഓട്ട, അപ്പൊ ഇതിൽ നിന്ന് കിനിഞ്ഞ് ഓരോ തുള്ളി തുള്ളിയായിട്ട് മേൽ കിട്ടും എന്ന് പല ചികിത്സാ സ്ഥലങ്ങളിലും ധാര ചികിത്സ എന്നൊക്കെ പറയും. ചികിത്സയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിൽ അങ്ങനത്തെ പ്രത്യേക സൗകര്യങ്ങളൊന്നുമില്ല. അപ്പൊ എന്താ, ഒരു പാത്രം, ഒരു കലമോ പാത്രമോ മുകളിൽ കെട്ടിത്തൂക്കി, അല്ലെങ്കിൽ ഒരു ഓട്ടയുള്ള തോൽപാത്രം, തോൽസഞ്ചി, അത് വെള്ളം നിറക്കുന്ന സാധനമാണ്. അപ്പൊ ചെറിയൊരു ഓട്ടം ഉണ്ടെങ്കിൽ അതിൽ വെള്ളം അങ്ങനെ ഉറ്റി വീഴും. യഖ്തുറു മാഉഹു അലൈഹി, ഈ മേലെ കെട്ടിത്തൂക്കിയ വെള്ളപ്പാത്രത്തിൽ നിന്ന് നബിയിലേക്ക് വെള്ളം ഓരോ തുള്ളിയായി ഉറ്റി വീഴുന്നു. അപ്പൊ ഇത് തണുപ്പിക്കലാണ്. ചൂടുള്ള ശരീരത്തിലേക്ക് തുള്ളി തുള്ളിയായി വെള്ളം ധാര ചികിത്സ നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരത്തെ തണുപ്പിച്ചു എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ഹാക്കിം അതുപോലെ തന്നെ ഇമാം നസായി അങ്ങനെ പല ആളുകളും ഈ ഹദീസ് ധരിച്ചിട്ടുണ്ട്. ഇത് ഹദീസ് സ്വഹീഹാണെന്ന് ശൈഖ് അൽബാനി പറഞ്ഞത് കാണാം. നിങ്ങൾക്കാർക്കെങ്കിലും പനി ബാധിച്ചാൽ ഫൽയസുന്ന അലൈഹിൽ മാഅൽ ബാരിദ, നേരത്തെ പറഞ്ഞത് സാധാ വെള്ളമാണ്. ഇവിടെ നബി പറയുന്നത് പനി ബാധിച്ചാൽ സലാസ ലയാലിൻ മിനസ് സഹർ, 3 ദിവസം പുലർച്ചെ സമയത്ത് എന്ന് പറഞ്ഞാൽ അതിരാവിലെ തണുത്ത വെള്ളം ഫൽയസുന്ന അലൈഹി, സന്ന എന്ന് പറഞ്ഞാൽ സുന്നത്താക്കാൻ നടത്തുന്നുണ്ട്. ഇവിടെ സന്ന എന്ന് പറഞ്ഞാൽ അല്പാൽപമായി ഉറ്റിക്കുക എന്നാണ്, എന്ന് പറഞ്ഞാൽ ധാര ചികിത്സ നടത്തുക. അപ്പൊ ആദ്യത്തെ ഹദീസില് തണുത്ത വെള്ളം എന്ന് പറയില്ല, വെള്ളം എന്നേ പറഞ്ഞു. ഇവിടെ പറയുന്നത് തണുപ്പുള്ള വെള്ളം അതിരാവിലെ നിങ്ങൾക്ക് മീതെ ധാരയായി ഉറ്റിച്ച് 3 ദിവസം ചികിത്സ നടത്തുക. അപ്പൊ ഈ പറഞ്ഞ ധാര ചികിത്സ ജല കൊണ്ട് തുള്ളി തുള്ളിയായി മേലേക്ക് ഉറ്റിച്ച് തണുപ്പിക്കുക, ഇതാണ് ഒരു രീതി. രണ്ടാമത്തേത് നല്ല വെള്ളത്തിൽ, ശുദ്ധമായ വെള്ളത്തിൽ കുളിക്കുക. ദീർഘമായ ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം ഏതാനും ദിവസങ്ങൾ, 6-7 ദിവസത്തോളം പല ഹദീസുകളും ആ വിഷയത്തിലുണ്ട്, പല റിവായത്തുകളുണ്ട്, ചിലത് സ്വല്പ വ്യത്യാസങ്ങളുണ്ട്. ഏകദേശം ഒരാഴ്ചയോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ വിറപിടിച്ച പനി, ശക്തമായ വേദന, തലവേദന കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തട്ടം കൊണ്ട് തലയെ വരിഞ്ഞ് മുറുക്കി കെട്ടിയിട്ടുണ്ട്. കാപ്സ്യൂളൊന്നുമില്ല, പനിന്റെ ഗുളിയൊന്നും ഒന്നുമില്ലല്ലോ. അപ്പൊ നബി അങ്ങനെ പനി ബാധിച്ച് കിടക്കുകയാണ്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് രോഗം ബാധിച്ച് മൂർച്ചപ്പോൾ നബി കിടന്നത് എന്ന് കാണാം. മറ്റു ഭാര്യമാരോടൊക്കെ സമ്മതം ചോദിച്ച് ആയിഷ ബീവിന്റെ വീട്ടിൽ കടന്നു. മറ്റു ഭാര്യമാരും അവിടെ നബിയെ പരിപാലിക്കാനുണ്ട്. അങ്ങനെ നബിന്റെ ഭാര്യമാരുള്ള സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ മേൽ എന്ത് ചെയ്യണം? ഹരീഖു അലയ്യ, നിങ്ങൾ എന്റെ മേൽ ഒഴിക്കുക. മിൻ സബ്ഇ ഖിറബിൻ, 7 തോൽസഞ്ചികളിൽ നിന്ന്, ലം തുഹ്ലൽ ഔഖിയതുഹുന്ന, 7 തോൽസഞ്ചികളിൽ നിന്നുള്ള വെള്ളം അതിനെ കെട്ടി കൊണ്ടുവന്നതാകണം. ആ കെട്ട് അഴിച്ചിട്ടുണ്ടാകരുത്. നോക്കണം നബി പറഞ്ഞത് എന്തെങ്കിലും പാത്രം തുറന്നു വെച്ചല്ല, കിണറുകളിൽ നിന്നെടുത്ത്
തോൽസഞ്ചിയിലാക്കി അതിന്റെ മുകൾ ഭാഗം കയറുകൊണ്ട് നമ്മൾ സഞ്ചി ചാക്ക കെട്ടുന്ന പോലെ കെട്ടി ഭദ്രമാക്കി കെട്ടഴിക്കാത്ത 7 പാത്രങ്ങളിൽ നിന്ന്. ഇനി 7 പാത്രം ഒരേ കിണറിൽ നിന്ന് കൊണ്ടുവന്നതാണോ? അല്ല. മിൻ ആബാരിൻ സത്ത എന്നും മിൻ സബഇ ആബാരിൻ സത്ത എന്നും ഹദീസിൽ കാണാം. 7 കിണറുകളിൽ നിന്ന്. അപ്പൊ 7 വ്യത്യസ്ത കിണറുകളിൽ നിന്ന് കൊണ്ടുവന്ന 7 പാത്രം വെള്ളം എന്റെ മേൽ നിങ്ങൾ ഒഴിക്കണം. അങ്ങനെ വെള്ളം കൊണ്ടുവന്നു. നബിന്റെ ഭാര്യമാര് പറയാൻ, ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു തളിക, താലം, കുളിക്കാനുള്ള പാത്രം, നമ്മളെ വലിയ വട്ടപാത്രം പോലെ ഒരു തളികയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ ഇരുത്തിയിട്ട് ഞങ്ങൾ ഓരോ തോൽ സഞ്ചിയിലെയും വെള്ളം നബിയുടെ മേൽ ശരീരത്തിലൊന്നായി ഇങ്ങനെ അല്പാൽപമായി ഒഴിക്കാൻ തുടങ്ങി. അങ്ങനെ 7 തോൽപാത്രത്തിലെ വെള്ളം നബിയുടെ മേൽ ഒഴിച്ചു തീർന്നു. അങ്ങനെ ആ വെള്ളം ഒഴിച്ചപ്പോൾ അപ്പൊ നബി പറഞ്ഞു, ഞാൻ കൽപ്പിച്ച കാര്യം നിങ്ങൾ ചെയ്തിരിക്കുന്നു, മതി. 7 പാത്രം വെള്ളമായി, നിങ്ങൾ ചെയ്തത് മതി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർത്താൻ ആവശ്യപ്പെട്ടു. ഈ ഹദീസിന്റെ തുടക്കത്തിൽ കാണാം, എന്തിനാണ് നിങ്ങൾ എന്നെ കുളിപ്പിക്കുന്നത്? എന്റെ പനിക്കൊരു ആശ്വാസം കിട്ടാൻ. ആശ്വാസം കിട്ടിയിട്ട് എന്താ, നബി മരിക്കാൻ പോവാണ്, എനിക്ക് ജനങ്ങളോട് ചില ഉപദേശങ്ങൾ നടത്താനുണ്ട്. പനിയോടുകൂടി മിമ്പറിൽ കയറി പ്രസംഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഈ പനി ഇങ്ങനെ കുളിപ്പിച്ച് കടുത്ത പനി മാറി വിട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്നു, നമസ്കാരം നിർവഹിച്ചു. പിന്നെ മിമ്പറിൽ കയറി ഒരു പ്രസംഗം നടത്തി. ജുമാ ഖുത്ബയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് നടത്തുന്ന ഒരു അവസാനത്തെ പൊതുപ്രസംഗമാണ്. അങ്ങനെ ഒരു പ്രസംഗം നടത്തി. അപ്പോ ഈ ഹദീസ് ഇവിടെ പറഞ്ഞതിനാ, ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നത് 2 രീതി. ഒന്ന്, ധാര ചികിത്സ, തണുത്തതായാലും സാധാരണ വെള്ളമായാലും. രണ്ടാമത്തത് ശരീരം മുഴുവൻ വെള്ളം ഒഴിക്കുക, വെള്ളം ഒഴിച്ചിട്ട് തളിപ്പിക്കുക. മറ്റത് 3 ദിവസം ചെയ്യാൻ പറഞ്ഞു. ഇവിടെ എത്ര ദിവസം പറഞ്ഞിട്ടില്ല. അപ്പോ കുളിക്കാതിരിക്കലല്ല, വെറും പുതച്ചുമൂടി കിടക്കലല്ല, മറിച്ച് തണുപ്പിക്കലാണ് നബി പഠിപ്പിച്ച ചികിത്സ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറയുകയില്ല. അപ്പൊ ചില ആൾക്കാർ പറയും ഇതൊന്നും വഹീന്റെ ഭാഗമായി കണക്കൂട്ടേണ്ടതില്ല, അത് നബി നാട്ടുവൈദ്യം അനുസരിച്ച്. നബി നാട്ടുവൈദ്യനായിരുന്നില്ല, ആര്യവൈദ്യനായിരുന്നില്ല, നാച്ചുറൽ തെറാപ്പിന്റെ ആളായിരുന്നില്ല. നബി ഒരു ചികിത്സയും പഠിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടുന്നത് കിട്ടിയത്? അള്ളാഹിന്റെ വഹി അനുസരിച്ച്. അള്ളാഹു കൊടുത്ത രോഗത്തിന് അള്ളാഹു പഠിപ്പിച്ച ചികിത്സയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ പനിയെ കാണുകയും ഇപ്പറഞ്ഞ രീതിയിൽ എന്നും നമുക്ക് ഒരു മുടക്കുമില്ലാതെ ചികിത്സിക്കാവുന്നതുമായ ഒരു അസുഖമാണ്. അതുകൊണ്ട് അതിനെ ശപിക്കുകയോ ആക്ഷേപിക്കുകയോ കുറ്റമായി കാണുകയോ ചെയ്യേണ്ടതില്ല. മറിച്ച് പാപമുക്തരായി നരകത്തിലേക്ക് പോകാൻ പലപ്പോഴും വർഷം തോറും അല്ലെങ്കിൽ ഇടക്കിടക്ക് ആളുകൾക്ക് പനി ബാധിക്കുന്നത് ഇതൊക്കെ നമ്മെ ശുദ്ധീകരിക്കാനാണ്. ആ നിലക്ക് പനിയെ കാണുക, അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം യഥാർത്ഥ വിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പനിയെ കുറിച്ച് പറഞ്ഞത് നേരത്തെ നമ്മൾ കേട്ടു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖരായ സ്വഹാബികൾ പനിയെ എങ്ങനെ കണ്ടു എന്ന് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും ഒന്നാമനായ ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മദീനയിലെത്തിയപ്പോൾ, നേരത്തെ പറഞ്ഞ പോലെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ കഴിഞ്ഞ് വന്ന് കാലാവസ്ഥ, രാജ്യം, പ്രകൃതിയൊക്കെ വ്യത്യാസമുണ്ട്, ജനങ്ങളുടെ സ്വഭാവത്തിലും വ്യത്യാസമുണ്ട്, അന്നുണ്ട് ഇന്നുണ്ട്, പോയാൽ മനസ്സിലായി. അപ്പൊ അവിടെ മദീനയിലെത്തി പനി ബാധിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനും പനി ബാധിച്ചു. അങ്ങനെ ശക്തമായ പനി ബാധിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാടിയ ഒരു പാട്ടുണ്ട്. അതെന്താ? കുല്ലുംറിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി, എല്ലാ മനുഷ്യരും അവന്റെ കുടുംബത്തിൽ, അവന്റെ വീട്ടിൽ നേരം വെളുക്കുന്നു. പക്ഷേ വൽ മൗതു അദ്നാ മിൻ സിറാഖി നഅലിഹി, ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം അവനോട് അടുത്ത് കിടക്കുന്നു. രാവിലെ എണീക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അല്ലെ രാത്രി കിടക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. രാവിലേക്ക് പനി ബാധിച്ചിട്ടുണ്ടാകാം. പനി സാധാരണ പനി മൂലം എത്രയോ ആളുകൾ മരിക്കുന്നുണ്ട് വെറും പനി കൊണ്ട്. അപ്പൊ പനി ചില്ലറക്കാരനല്ല, പനിക്ക് പല പേരിട്ടത് അതുകൊണ്ടാണ്. ആ പനി മൂലം പനി ബാധിച്ച, ശക്തമായി പനി ബാധിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പനിയിലൂടെ അള്ളാഹുവിനെ ഓർക്കുകയും ദുനിയാവിനെ മറക്കാൻ ശ്രമിക്കുകയും മരണത്തെയും പരലോകത്തെയും ഓർക്കുകയും ചെയ്തുകൊണ്ടാണ് വൽ മൗതു അദ്നാ മിൻ സിറാഖി നഅലിഹി, തന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം അവനോട് അടുത്ത് കിടക്കുന്നതാകുന്നു എന്ന് പറയുന്നത്. ഇതൊക്കെ ഇമാം ബുഖാരി ഉദ്ധരിച്ച റിപ്പോർട്ടുകളിൽ കാണാം. ബിലാൽ റളിയല്ലാഹു അൻഹു പനി ബാധിച്ചു. പനി കുറച്ച് മാറി തന്റെ ശബ്ദമൊന്ന് മെച്ചപ്പെട്ടപ്പോ ബിലാൽ പറഞ്ഞ ഒരു പാട്ടുണ്ട്. അലാലൈത ശിഅരി ഹൽ നബീതന്ന ലൈലതൻ ബിവാദിൻ വഹൗലി ഇദ്ഖിറും വജലീലു വൽ അരിദ്ന യൗമൻ മിയാഹാ മജന്നതിൻ വഹൽ യബ്ദുവൻ ലി ശാമത്തുൻ വതഫീലു. അല്ല, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ പനി ബാധിച്ച് ഞാൻ ഒരു ദിവസം ഉറങ്ങുന്നത് ഒരു
താഴ്വരയിലായിരിക്കുമോ ആ താഴ്വരയിൽ എനിക്ക് ചുറ്റുമുണ്ടാവുക ഇദ്ഹിർ എന്ന് പറയുന്ന ഒരു സുഗന്ധമുള്ള ഒരു തരം പുല്ല്, അടുപ്പിൽ കത്തിക്കാനും പുരമേയാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന പുല്ലാണ്. ജലീലു, എന്നാൽ ആ രീതിയിലല്ലാത്ത നേർത്ത തണ്ടുള്ള ഇങ്ങനെ പരന്ന് കുറ്റിയായി ചെതറി ഉണ്ടാകുന്ന ഒരു തരം ചെടി. ഈ രണ്ട് ചെടികൾ എന്റെ ചുറ്റുമുണ്ടാകുമോ എന്ന് പറഞ്ഞാൽ പനി മൂലം ഞാൻ ബാധിച്ച് അത്തരം ഒരു സ്ഥലത്ത് ഞാൻ മറമാടപ്പെടുമോ? അതല്ല, ഒരു ദിവസം എനിക്ക് ചെല്ലാൻ പറ്റുമോ? എവിടെ? മിയാഹ മജന്ന, മജന്ന എന്ന് പറയുന്ന സ്ഥലത്തെ ജലാശയങ്ങളിൽ എനിക്ക് പോകാൻ പറ്റുമോ? അതുപോലെ ബിലാൽ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടിരുന്ന രണ്ട് മലകളാണ് മദീനയിലുള്ള വഹൽ യബ്ദുവല്ലി ശാമത്തുൻ വജലീലു, ശാമ ജലീൽ എന്ന് പറയുന്ന ഈ കുന്നുകൾ ഞാൻ അവിടെ പോയാൽ എനിക്ക് കാണാൻ പറ്റുമോ? അപ്പൊ ഞാൻ ജീവിച്ചിരിക്കുമോ അതല്ല മരിച്ചുപോയി മറമാടപ്പെടുമോ എന്ന ജീവിതത്തെയും മരണത്തെയും ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞതായും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതായി നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നത് പനി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്ന് സത്യവിശ്വാസി കേൾക്കുന്ന ഓഹരിയുടെ ഭാഗമാണ്, ദുനിയാവിലെ പനി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഒരു വാചകത്തിൽ നമുക്ക് കാണാം, എനിക്ക് ബാധിക്കുന്ന രോഗങ്ങളിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് പനിയാണ്. കാരണം എന്താ? പനി ഏതെങ്കിലും ഒരു ഭാഗത്തല്ല. തലവേദന തലക്ക് മാത്രമാണ്, പല്ലുവേദന പല്ല് മാത്രമാണ്, പള്ളവേദന എന്നാൽ പള്ളക്ക് മാത്രമാണ്. പനി എന്ന് പറയുന്നത് മനുഷ്യന്റെ എല്ലാ അവയവങ്ങളിലും കടന്നു കയറുന്നു. അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും പനിയുടെ പ്രയാസമുണ്ടാകുന്നത് കൊണ്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിനും അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ഇതുകൊണ്ട് കൂലി കിട്ടുമല്ലോ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രോഗം പനിയാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുകയും ഈ റിപ്പോർട്ട് ശരിയാണെന്ന് ശൈഖ് നാസറുദ്ദീൻ അൽബാനി രേഖപ്പെടുത്തുകയും ചെയ്തത് കാണാം. ഈ പറയുന്നതോടൊപ്പം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, പറയേണ്ടതില്ല. വൃത്തി, കുളി, വീട്, പരിസരം ശുദ്ധിയാക്കൽ, ഇതിനൊക്കെ ദിനാചരണങ്ങൾ, വാരാചരണങ്ങൾ, സർക്കാരിന്റെ ക്യാമ്പയിനുകൾ ഒക്കെ കാണാം. ഇതൊന്നും ഒരു ക്യാമ്പയിന്റെ ആവശ്യമില്ല, അത് ഓർമ്മപ്പെടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ വൃത്തിയെ സംബന്ധിച്ച് കുളിക്കൽ, വുളുവെടുക്കൽ, അതുപോലെ തന്നെ നഖം മുറിക്കൽ, മീശ വെട്ടൽ, കക്ഷത്തിലെ അതുപോലുള്ള രോമങ്ങൾ വടിക്കൽ, കയ്യിന്റെ മടക്കുകൾ, ബറാജി, ഇതൊക്കെ ചളി ചേറ് കെട്ടിക്കിടക്കും. അതുപോലെ തന്നെ നഖത്തിന്റെ ഉള്ളിൽ നഖം 40 ദിവസത്തിനടുക്ക് നഖം മുറിക്കണം. 40 ദിവസം നമ്മൾക്ക് നഖത്തിന്റെ പുറത്തേക്ക് കിടക്കും നീണ്ടിട്ട്. അതുപോലെ ഈ ബറാജി ഇതൊക്കെ അഴുക്കും ചേടും. വിരലിൽ മാത്രമല്ല, ഒന്നു എടുക്കുമ്പോ ആ ഭാഗങ്ങളൊക്കെ പ്രത്യേകം കഴുകണം എന്ന് കയ്യിന്റെയും കാലിന്റെയും ഈ മടക്കുകളും ചുളിവുകളും ശരീരത്തിലുണ്ടാകുന്ന അത്തരം സ്ഥലങ്ങളും ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. വീട് വൃത്തിയാക്കണം, വസ്ത്രം അലക്കണം, പാത്രങ്ങൾ കഴുകണം, പാത്രം മൂടി വെക്കണം, ഭക്ഷണ സാധനങ്ങൾ മൂടി വെക്കണം. ഇതേത് ശാസ്ത്ര? ഒരു ശാസ്ത്രവും പഠിക്കാത്ത നബി പഠിപ്പിച്ചതാണ്. രാത്രി കിടന്നുറങ്ങുമ്പോ അല്ലാത്തപ്പോഴും വീട്ടിലെ വെള്ളപ്പാത്രങ്ങൾ മൂടി വെക്കണം, വെള്ളസഞ്ചികൾ കെട്ടിവെക്കണം. മൂടിയുണ്ടെങ്കിൽ മൂടി വെക്കണം. രണ്ടും ഹദീസിൽ കാണാം. കെട്ടിവെക്കണം, മൂടി വെക്കണം. ഒന്നുമില്ലേ മൂടി വെക്കാൻ ഒരു സാധനം ഇല്ലെങ്കിൽ ഒരു മരക്കൊള്ളിയെങ്കിലും പാത്രത്തിന്റെ മേലെ എടുത്ത് വെക്കണം. അത്ര. അന്നൊന്നും മൂടി സാധനങ്ങളും ഉണ്ടാവില്ല, നല്ല പാത്രങ്ങളുമില്ല. അപ്പൊ ഇതുവരെ ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ വീട് പരിസരം മുറ്റം വൃത്തിയാക്കണം, അടിച്ചുവാരണം. പള്ളി വരെ അടിച്ചുവാരിയിരുന്നു നബിന്റെ കാലത്ത്. നബിന്റെ കാലത്ത് എന്താ പള്ളി? ഒന്നുമില്ല, മണ്ണും ചരലുമാണ്. ആ പള്ളി വരെ അടിച്ചുവാരിയ പെണ്ണ്, ചില റിപ്പോർട്ടിൽ പുരുഷൻ എന്ന് പറയുന്നു, ആ പെണ്ണ് മരിക്കുകയും അല്ലെങ്കിൽ പുരുഷൻ മരിക്കുകയും രാത്രി തന്നെ മറവ് ചെയ്യുകയും പിറ്റേന്ന് നബി കാണാതിരുന്നപ്പോൾ അന്വേഷിച്ച് ആ പെണ്ണിന്റെ കബറിനടുത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബറിനടുത്ത് പോയി നമസ്കരിക്കുകയും ചെയ്തു. അപ്പൊ എന്താ? പള്ളിവൽ വരെ ഒരു പ്രത്യേക സൗകര്യങ്ങളുമില്ലാത്ത മണ്ണാൽ, കല്ലാൽ, ചളിയാൽ നിർമ്മിക്കപ്പെട്ട നബിയുടെ പള്ളി പോലും അടിച്ചു വാരിയിരുന്നു. എങ്കിൽ പിന്നെ വീട് അടിച്ചു വരണ്ടേ? അതുപോലെ തന്നെ വീടിലുണ്ടാകുന്ന അഴുക്കുകൾ, വേസ്റ്റുകൾ, ഇതൊക്കെ ചിരട്ട, അതുപോലെ തന്നെ കുപ്പികൾ, മലർന്നു കിടക്കുന്ന വെള്ളം കെട്ടി നിൽക്കുന്ന വസ്തുക്കളൊക്കെ കമഴ്ത്തി വെക്കാൻ സ്കൂളൊക്കെ കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട്. അതിന് ദിനാചരണങ്ങൾ നടത്തുന്നുണ്ട്. ഈ ജാതി എല്ലാ വൃത്തിയും ഉണ്ടാകണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുപോലെ തന്നെ കിണർ, വാട്ടർ ടാങ്ക് 6 മാസവും കൊല്ലമൊന്നും കൂടുമ്പോൾ കഴുകിയിട്ടുണ്ടാവില്ല. സർക്കാരിന്റെ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് മാസത്തിൽ വാട്ടർ ടാങ്ക് കഴുകി വൃത്തിയാക്കണതാണ്. ഒരു കൊല്ലത്തിൽ ഒരു വട്ടം പോലും കഴുകാൻ ഈ വൃത്തി പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളായി നമ്മൾക്ക് കഴിയുന്നില്ലെങ്കിൽ പനിയും രോഗവും വന്നാൽ വേറെ ആരും പറയേണ്ടതില്ല. അപ്പൊ ഞാനിത് സൂചിപ്പിച്ചത് ഇതൊന്നും ഭൗതിക ജ്ഞാനങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാത്തരം ആരോഗ്യ സുരക്ഷയ്ക്കും വേണ്ട കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ദീന്റെ ഭാഗമാണ്. നമ്മൾ അതിന്റെ ആളുകളാകണം. അത് ആരെയും ഏൽപ്പിക്കുകയോ അലസത കാണിക്കുകയോ ചെയ്യേണ്ട വിഷയമല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുകയും
ഉണ്ടാകുന്ന ഏത് പരീക്ഷണത്തെയും, പ്രത്യേകിച്ച് അസുഖങ്ങളെയും പനികളെയും എല്ലാം അതിനെ ശപിക്കാതെ, ആക്ഷേപിക്കാതെ, ചീത്ത പറയാതെ അത് പാപം പൊറുക്കാൻ അള്ളാഹു ഏൽപ്പിച്ചൊരു സംവിധാനമാണ് എന്ന് മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ വിധിയനുസരിച്ചുണ്ടാകുന്നതാണ് എന്ന് മനസ്സിലാക്കുകയും വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് തൗബയിൽ പറഞ്ഞതുപോലെ ഏതൊരു മുസീബത്തും വന്നാൽ ക്ഷമിക്കുക, വലിയ തവക്കൽ, എന്നിട്ട് അള്ളാഹുവിൽ ഫരമേൽപ്പിക്കുക. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക, ദിക്ർ, ദുആ, ഇത്തരം കാര്യങ്ങളൊക്കെ പറ്റാവുന്ന ചികിത്സകൾ, ബാക്കി വലിയ തവക്കൽ അല്ലാഹ്, അള്ളാഹുവിൽ ഫരമേൽപ്പിക്കുക, നമ്മുടെ പരിധിക്കപ്പുറത്തുള്ളത്. അങ്ങനെ യഥാർത്ഥ വിശ്വാസികളാകുവാനും നമ്മുടെ പാപങ്ങൾ അത് മുഖേന മായ്ക്കപ്പെടുവാനും പാപരഹിതരായി ശുദ്ധിയുള്ള